ഞങ്ങളിപ്പോൾ വന്നേക്കുന്ന ഒരു കാര്യം പറയാനാണ്, ഒരു സീരിയസ് ഇഷ്യൂ റിഗാർഡിങ് സ്റ്റോക്കർ. അപ്പോൾ ഒരു ഹായ് ഗായ്സ്, സംസാരിക്കുന്നത് ആദിലയും നൂറയുമാണ്. ബിഗ് ബോസിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും എല്ലാം നമുക്ക് പരിചിതമായ ഇവർ ഒരു വ്യക്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവരെ ശല്യം ചെയ്യുന്ന ഒരു സ്ത്രീ ലംബടനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് കേൾക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒരു ആള് 2024 ഒരു നവംബർ തൊട്ടിട്ട് ഞങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ഇഗ്നോർ ചെയ്ത് വിട്ട് ആൾക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച്. അപ്പോൾ അത് വിട്ടതിന് ശേഷം പിന്നെ നമുക്ക് അങ്ങനത്തെ മുമ്പൊക്കെ വരലുണ്ടായിരുന്നു, ഇഗ്നോർ ചെയ്ത് വിടും. യെസ്, നമുക്ക് മുന്നേ ഇങ്ങനത്തെ കുറേ മെസ്സേജസ് വരലുണ്ട്, നിങ്ങളെ രണ്ടാളെ ഒരുമിച്ച് കല്യാണം കഴിക്കും. നമ്മളത് ഇഗ്നോർ ചെയ്യും, ബിക്കോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പലതും വരുമല്ലോ. അപ്പോൾ അത് അങ്ങനെ ഇഗ്നോറൻറ്റ് മൈൻഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസ് പോണതിന് തൊട്ട് മുന്നേ ഞങ്ങളൊരു കൊളാബ് ചെയ്തൊരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കി ആയിരുന്നു ഇയാൾ. അപ്പോൾ ഇയാളുടെ പിക്ക് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, മെയിലിൽ DP-യും കാര്യങ്ങളും കണ്ടിട്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു, അയാൾ പോകുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ നിൽക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ കംപ്ലൈന്റ് ഒക്കെ എഴുതി. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല, നിന്നെ ഒന്നും ഈ ലോകത്ത് ആർക്കും വേണ്ടിടേ, വെറുതെ ഇങ്ങനെ വീട്ടിൽ നയിച്ചു വിട്ടേക്കുവാണോ? മലയാളികളിൽ അല്ലെങ്കിൽ പുരുഷന്മാർ ഇത്രയധികം മാനസികാവസ്ഥ അധപ്പതിച്ചു പോയോ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെ അടുത്ത് പോയിട്ട് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ നോക്കിക്കോളാം, നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കാം, എന്നെ കൂടെ മൂന്നാമതായിട്ട് കൂടെ കൂട്ടു എന്ന് ഏതെങ്കിലും ഒരു ഭാര്യയുടെ ഭർത്താവിന്റെ അടുത്ത് പോയി ഇവനൊക്കെ പറയുവോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ രണ്ട് പെൺകുട്ടികളുടെ അടുത്ത് പോയി നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാം, നിങ്ങൾ പിരിയണ്ട, നിങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ വാഗ്ദാനം കൊടുക്കാനായിട്ട് ഇവനൊക്കെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഭാര്യനെ പോലെയും ഭർത്താവിനെ പോലെയും അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയാണോ മുമ്പോട്ട് പോകുന്നത്, അതുപോലെ തന്നെ പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും എല്ലാം മുമ്പോട്ട് പോകുന്ന ഒരു ദമ്പതിമാര് തന്നെയാണ് ആദിലയും നൂറയും എന്ന് പറയുന്നത്. അവർ ലെസ്ബിയൻ കപ്പിൾസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നോക്കാൻ മറ്റൊരു പുരുഷന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു പുരുഷന്റെ തുണയുണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ അവരും വിശ്വസിക്കുന്നില്ല. ഇമാതിരിയുള്ള പോഴൻ വാഗ്ദാനങ്ങൾ കൊണ്ടൊക്കെ അങ്ങോട്ട് പോയാൽ അവർ ചെരുപ്പ് കൂടി തല്ലുവെന്നല്ലാതെ ഒരിക്കലും നിന്നെ ഒന്നും അവർ അടുപ്പിക്കാൻ പോലും പോകുന്നില്ല. ഹേ, എന്തിനാണ് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോഴത്തരങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കാനായിട്ട് ഈ പിള്ളേരുടെയൊക്കെ അടുത്തോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെ നമുക്ക് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് നൂറേനെ വീട്ടുകാർ തടഞ്ഞു വെച്ചപ്പോൾ ആദിലെ കേസ് കൊടുത്ത കാലം മുതൽ മലയാളികൾക്ക് അറിയാവുന്നതാണ്. നിയമത്തിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ കേസിന്റെയും കോടതിയുടെ ഒക്കെ സഹായത്തോടു കൂടി നൂറേനെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ട് വന്ന് ഇത്രയും വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കപ്പിളാണ് ആദില ആൻഡ് നൂറ എന്ന് പറയുന്നത്. അവിടെ നിന്നെ പോലെയുള്ള ഒരുത്തിന്റെ ഒരു സഹായം ഒന്നും അവർക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ തന്നെ മറ്റൊരു പുരുഷൻ അല്ലെങ്കിൽ തന്റെ ലവർ അല്ലെങ്കിൽ തന്റെ കാമുകൻ ഉണ്ടാക്കിയ ഒരു വിഷയമായിട്ട് ദീപ്തി കല്യാണി മുമ്പോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പാവങ്ങളുടെ നയൻതാര, മലയാളികളുടെ നയൻതാര എന്നൊക്കെ അറിയപ്പെടുന്ന ദീപ്തി കല്യാണി ട്രാൻസ്ജെൻഡർ വുമൻ ആണ്. അവർക്ക് സംസാരിക്കാനുള്ളത്, അവർക്ക് പറയാനുള്ളതും കൂടെ നമുക്കൊന്ന് കേൾക്കണമല്ലോ. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അവന്റെ കണ്ണിൽ കണ്ടു, ഞാൻ എന്റെ കണ്ണിൽ കണ്ടു. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. വേറെ ഒന്നുമല്ല, എന്നെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നതോട് ഞാൻ പറയുന്ന കാര്യമാണ്. എനിക്ക് ജെന്യൂൻ ആയിട്ട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു റിയൽ വുമൺ അല്ല, ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. എൻ്റെ മനസ്സാണ് പെണ്ണിൻ്റെ. എൻ്റെ ശരീരാവയവങ്ങൾ ഞാൻ ഇപ്പോൾ കുറേ ബാഡ് കമൻസ് ഇടുന്ന പോലെ മുറിച്ച് വെച്ചതല്ലേ അല്ലെങ്കിൽ കുത്തി വെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഇടുന്ന പോലെ, യെസ് ഓഫ് കോഴ്സ് എൻ്റെ ബ്രസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ഞാൻ ആർട്ടിഫിഷ്യലാണ്. ഞാനത് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്ത സംഭവമാണ്. അപ്പൊ അത് ഒരിക്കലും ഞാൻ റിയൽ ആണ്, ഞാൻ റിയൽ വുമൺ ആണ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്റെ മാന്യമായ സംസാരം അല്ലെ? അവനവനെ കുറിച്ച് ബോധ്യമുള്ള ആൾക്കാരെ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും ട്രാൻസ്ജെൻഡർ ആയാലും നല്ലതെന്ന് തന്നെ പറയണം. ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു പൂർണ്ണ സ്ത്രീയാണ് എന്ന് കൊടിമരം അല്ലെങ്കിൽ കൊടി വാഗ്വാദം പിടിച്ച് നടക്കുന്നവരോടൊക്കെ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ ഞാനൊരു പൂർണ്ണ സ്ത്രീ എന്ന് പറഞ്ഞാൽ ജന്മനാ സ്ത്രീയല്ല, മനസ്സുകൊണ്ട് സ്ത്രീയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പണം കൊടുത്ത് എന്റെ ആഗ്രഹത്തിന്റെ പുറത്ത് ഇന്നത്തെ സയന്റിഫിക് രീതികൾ ഉപയോഗിച്ച് ഞാൻ ചെയ്തതാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആണ് ദീപ്തി കല്യാണി എന്ന ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഒരു ട്രാൻസ്ജെൻഡർ എന്ന അർത്ഥം തെറ്റാതെ മാന്യമായ രീതിയിൽ വിളിക്കാൻ പറ്റുന്ന വാക്കുകൾ തന്നെയാണ് ഇവരിപ്പോൾ പറഞ്ഞത്. ഇതിനു മുമ്പ് കാഴ്ചവെച്ചതോ ഇതിനു ശേഷം കാഴ്ചവെക്കുന്നതോ എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്നത് എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ പറഞ്ഞ വാചകത്തിൽ നിന്നും അവരെ ഒരു രീതിയിലും കുറ്റപ്പെടുത്താനോ ക്രിട്ടിസൈസ് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. കാരണം അവനവനെ കുറിച്ച് ബോധ്യമുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആണ്, ഒരു മനുഷ്യനാണ് ഈ സംസാരിക്കുന്നത്. അങ്ങനെയേ കാണാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ? ബാക്കി കൂടി കേൾക്കാം.
ആണ് റിയൽ വുമൺ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ കെട്ടാൻ വരുന്നവൻ അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യാൻ വരുന്നവന്റെ അടുത്ത് ഇപ്പൊ എത്ര ഇതായാലും എനിക്കറിയാൻ പറ്റും പുരുഷന്മാരിനെ കുറിച്ചിട്ട്. ഭാര്യമാര് കിടന്ന് രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഉറക്കി കിടത്തിയിട്ട് എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല. നമ്മുടെ ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനോ ആങ്ങളോ ബ്രദറോ ആരായാലും നമുക്ക് ആമ്പിളരെ മൂടി വെക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് പറയുക ചെയ്യാം, നിനക്ക് ഒരു സ്ത്രീയുടെ കൂടെ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ കൂടെ നിനക്ക് സെക്ഷലായിട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് പോകാം. അത് ഞാൻ എൻ്റെ കണ്ണിൽ കാണാൻ പാടില്ല, എൻ്റെ ചെവിയിൽ കേൾക്കാൻ പാടില്ല. കാരണം ഞാനിത് വീടിനകത്ത് പൂട്ടിവെച്ച് കഴിഞ്ഞാൽ എത്ര കാലം പൂട്ടിവെച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വേണേലും ചെയ്യാം. ഇനി മറ്റൊരു പൂർണ്ണ സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ എന്ന് വിളിക്കപ്പെടുന്ന കാറ്റഗറിയിലുള്ള ഒരാളുടെ കൂടെ പോകണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ ജീവിക്കാം. പക്ഷെ എന്റെ കണ്ണിൽ കാണാൻ പാടില്ല, എന്റെ ചെവിയിൽ കേൾക്കാൻ പാടില്ല. എനിക്ക് അതിനകത്ത് ലോജിക്ക് ഒരു രീതിയിലും മനസ്സിലാവുന്നില്ല. അതിനൊക്കെ ഒരു സ്നേഹം, ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മേ ബി സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റുമായിരിക്കും. റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ഒരു ആത്മബന്ധം എന്നൊക്കെ അതിനെ പേരിട്ട് വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് എന്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നാണ്. ഇനി കാണുന്നവന്റെ അല്ലെങ്കിൽ കേൾക്കുന്നവരുടെ കാര്യം അവരോട് തീരുമാനിക്കട്ടെ, അല്ലെ? ബാക്കി കൂടെ കേൾക്കാം. കാരണം ഞാനിത് വീടിനകത്ത് പൂട്ടിവെച്ച് കഴിഞ്ഞാൽ എത്ര കാലം പൂട്ടിവെക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് ഫ്രീഡം തരുന്നുണ്ടെങ്കിൽ, അതായത് എനിക്കിടാനുള്ള വസ്ത്രവും അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം, എനിക്ക് പോകാനുള്ള സ്ഥലങ്ങൾ, എൻ്റെ പ്രൊഫഷനിലൊക്കെ എന്നെ ഫ്രീ ആയിട്ട് വിടുന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് വിടും. ഇത് രണ്ടിൻ്റെ ഇടയിലൊരു വിശ്വാസം എന്നുള്ള സാധനമുണ്ട്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന സ്ഥിതിക്ക് എനിക്ക് ഇതിനകത്ത് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇതിനകത്തെ ലോജിക്ക് എനിക്ക് ഒരു രീതിയിൽ, ഏത് രീതിയിൽ ചിന്തിച്ചാലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇടുന്ന വസ്ത്രം, എന്റെ പ്രൊഫഷൻ, എനിക്ക് പോകേണ്ടിടത്തൊക്കെ പോവുക, അങ്ങനെയുള്ള സ്വാതന്ത്ര്യമൊക്കെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ തിരിച്ചും അയാൾക്കും എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും കൊടുക്കും. അത് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോകണമെങ്കിൽ അങ്ങനെയാകാം, അല്ലെങ്കിൽ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെയാകാം. ഇതിനൊക്കെ ഇവര് ഫ്രീഡം എന്നാണോ പറയുന്നത്? ഈ ചെയ്യുന്നതിനൊക്കെ സ്വാതന്ത്ര്യം എന്ന പേരിട്ടാണോ ഇവര് വിളിക്കുന്നത്? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനൊക്കെ തോന്നിവാസം എന്നാണ് പറയുന്നത്. പിന്നെ ഈ സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, പ്രൊഫഷൻ തീരുമാനിക്കുക, തെരഞ്ഞെടുക്കുക, ഇതിനൊന്നും സ്വാതന്ത്ര്യം മറ്റൊരാൾ നമുക്കാർക്കും തരേണ്ട കാര്യമില്ല. അത് ഒന്നാമത്തെ വാസ്തവം, അത് തിരിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെ അവനവന്റെ ജീവിതത്തിൽ അവനവന് തന്നെ ഉള്ള സ്വാതന്ത്ര്യങ്ങളാണ്. ഇത് വേറൊരാളുടെ കയ്യിൽ നിന്ന് നേടിയെടുക്കേണ്ട ഗതികളൊന്നും ഒരു സ്ത്രീക്കോ പുരുഷനോ ട്രാൻസ്ജെൻഡറിനോ ഇല്ല. പിന്നെ താങ്കൾ ഇത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. അയാളുടെ സ്വാതന്ത്ര്യവും തന്റെ കയ്യിലല്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആളും താനല്ല. പിന്നെ ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ തെറ്റുകയാണെങ്കിൽ അവിടെ പരസ്പര വിശ്വാസം ഇല്ലാണ്ടാവും എന്നാണ് ദീപ്തി അഭിപ്രായപ്പെടുന്നത്. പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് ഇമാതിരിയുള്ള കാര്യങ്ങളിലാണ് ഒളിഞ്ഞു നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ ഇടയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരാളിൽ കമ്മിറ്റഡ് ആവുമ്പോൾ മറ്റൊരാളിലേക്ക് പോവാതിരിക്കുകയും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അവിടെ കള്ളം പറയാതിരിക്കുകയും ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരാളിൽ കമ്മിറ്റഡ് ആയിട്ട് അത് ദീപ്തി അറിയാതിരിക്കുക, ദീപ്തിനെ കേൾപ്പിക്കാതിരിക്കുക, ഇതൊക്കെയാണ് വിശ്വാസം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു അഭിപ്രായവും പറയാനില്ല. മേ ബി ദീപ്തി മാത്രം ചിന്തിക്കുന്ന ഒരുതരം പ്രത്യേകതരം ലോജിക്കാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തര് മറ്റൊരാളുടെ കൂടെ പോയി, അല്ലെങ്കിൽ ഞാൻ ഇരിക്കെ മറ്റൊരാളിൽ കമ്മിറ്റഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ഡിവോഴ്സുകളും എത്രയോ വഴക്കുകളും എത്രയോ പ്രശ്നങ്ങളും ഓരോ കുടുംബത്തിലും ഉണ്ടാവുന്നു. അപ്പോൾ ഇത്രയൊക്കെ സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കാം, പക്ഷെ എന്റെ കണ്ണിൽ അത് കാണാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ കണ്ടീഷൻ എന്നൊക്കെ തുറന്നു പറയുന്ന വിശാല മനസ്കിയായ ട്രാൻസ്ജെൻഡേഴ്സിനെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ചില പുരുഷന്മാർക്ക്, എല്ലാ പുരുഷന്മാർക്കും എന്ന് പറയുന്നത് ചില പുരുഷന്മാർക്കെങ്കിലും ഒരു പുണ്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു. തീർന്നില്ല, ബാക്കി കൂടി നമുക്ക് കാണാം. പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു, ഇപ്പോ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. ചിലപ്പോ പണിയും. വളരെ സൂം ചെയ്ത് ദാസേട്ടനെയും രേണുവിനെയും കാണിക്കുന്ന ആ ക്യാമറാമാന്റെ മനസ്സ് നിങ്ങളാരും കാണാതെ പോകരുത്. രേണുവിനെയും ദാസേട്ടനെയും അറിയാത്ത ആൾക്കാരും കാണില്ല. ഭർത്താവ് മരിച്ചതിന് ശേഷം തോന്നിവാസം കാണിക്കുന്ന ഒരു സ്ത്രീ എന്നാണ് രേണുവിനെ പൊതുവെ അറിയപ്പെടുന്നത്. ഞാൻ അതിനോടൊന്നും വ്യക്തിപരമായി യോജിക്കുന്നില്ല. ഈ റീലിനകത്ത് വന്നിരിക്കുന്ന കമന്റുകൾ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട, വളരെ വൃത്തികേടുകൾ നിറഞ്ഞ കമന്റുകളാണ്. നമുക്കൊന്നും ഒരു പൊതുമാധ്യമത്തിൽ വായിക്കാൻ പോലും നാണക്കേടാവുന്ന രീതിയിലാണ്. ഒരാൾ വീഴാൻ പോകുന്നു, അയാളെ പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു സാമാന്യമായ നമുക്ക് റിഫ്ലെക്സ് ആക്ഷൻ പോലെ ഉണ്ടാവുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ വീഴാൻ പോയാൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് കയറി പിടിക്കും. അത് പുരുഷനായാലും സ്ത്രീ ആയാലും നമ്മൾ ആ വീഴ്ചയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക. ഇറ്റ്സ് എ റിഫ്ലെക്സ് ആക്ഷൻ അല്ലെ? അതിനെ ഇങ്ങനെ സൂം ചെയ്ത് അവരെ രണ്ടുപേരുടെയും മുഖത്തെ എക്സ്പ്രഷൻ, അതിന്റെ പുറകിൽ നിൽക്കുന്ന കുട്ടിയുടെ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ആ
കൈകളിലെ ചലനം ഇതെല്ലാം ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ച് അതിന് പറ്റിയ ഒരു ഓഡിയോ കൂടെ കുത്തിക്കയറ്റി നമ്മുടെ അടുത്തോട്ട് കാണിക്കുമ്പോഴാണ് ഇതിലൊക്കെ എവിടെയൊക്കെയോ തെറ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരാളുടെ ശരീരം അല്ലെങ്കിൽ ഒരാളുടെ രീതികൾ, ഒരാളുടെ ജീവിതം എല്ലാം അവരവരുടെ സ്വാതന്ത്ര്യമാണ്. എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടോ മറ്റൊരാളുടെ കുടുംബജീവിതം ഇല്ലാതാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ അസഭ്യം പറഞ്ഞോ ഒന്നും പണം ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ അസഭ്യമായ ഭാഷയിൽ ഇവരെ കുറ്റപ്പെടുത്തുന്നതെന്ന് ഇടയ്ക്കൊക്കെ ഞാൻ ചിന്തിക്കും. പിന്നെ ഇടയ്ക്ക് അതേസമയം തന്നെ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന റീലുകളിലും ഫീഡുകളിലും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ നെഗറ്റീവ് കമന്റുകൾ വന്നോട്ടെ, എന്നാൽ പോലും ലൈം ലൈറ്റിൽ നിന്നാ മതി എന്ന് ഈ പറയുന്ന രേണു സുധി പോലും ചിന്തിക്കുന്നുണ്ടോ എന്നും തോന്നിപ്പോകും. അങ്ങനെ തോന്നുന്ന മറ്റൊരു റീലും കൂടി നമുക്കൊന്ന് കാണാം. എനിക്ക് പേടിയാ. ഒരു മിനിറ്റ് കൊട പിടിച്ചാരേലും ഒരു വലിക്ക് കയറി വരേണ്ട സാധനമാണ്. അടുത്ത കാലിലൊക്കെ പിടിച്ചു. ഇതൊക്കെ ഇവര് തന്നെ മീഡിയക്കാരെ വിളിച്ചു പറയാതെ ഇവരുടെ ലൊക്കേഷൻ എവിടെയാണ്, ഇവരുടെ പുതിയ മന്ദാരച്ചപ്പോ ആ ആൽബത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം രേണു സുധിയോ കൂടെയുള്ള ക്രൂവോ വിളിക്കാതെ മീഡിയക്കാരും അവിടെ വരില്ലല്ലോ. അങ്ങനെ വന്നതിന് ശേഷം അവരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. വീണത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആയിക്കോട്ടെ, അത് നമുക്ക് വിഷയം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഷൂട്ട് ചെയ്യരുത്, ഇത് പബ്ലിക്കലി നിങ്ങൾ വീഡിയോ ആക്കി പുറത്തു വിടരുത് എന്ന് രേണുവിന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ മീഡിയക്കാരും അങ്ങനെ ചെയ്യില്ല. നോ പറഞ്ഞാൽ ആർക്കും ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ രേണു ഇത് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇതൊക്കെ ഓൺലൈനിൽ നാട്ടുകാർ കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ ഇതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുക. അപ്പോഴൊന്നും ഇങ്ങനെ നെഗറ്റീവ് വന്നോട്ടെ, തെറിവിളി വന്നോട്ടെ, എന്നാലും എനിക്ക് ലൈം ലൈറ്റിൽ നിന്നാൽ മതി, എന്റെ റീച്ചിന് അതൊക്കെയാണ് ഗുണം എന്ന് എവിടെയൊക്കെ രേണു ആഗ്രഹിക്കുന്നില്ലെന്ന് ഇമാതിരിയുള്ള ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. സ്വാഭാവികമാണ്. പിന്നെ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ നോക്കിയേ വേണ്ട, പറയുകയേ വേണ്ട. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കുറച്ചും കൂടെ ഒക്കെ മാന്യമായിട്ടുള്ള കുറച്ച് കമന്റുകളാണ്. ഫേസ്ബുക്കിൽ ഇത് ഏത് ഭാഷ, ഇത് ഏത് ജില്ല എന്ന് തോന്നിപ്പോകും. അമ്മാതിരി ചീത്ത, അസഭ്യം എന്ന് തന്നെ പറയേണ്ട വരുന്ന വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് കമന്റുകൾ ഇടുന്നത്. അതിനോടൊന്നും വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ കുറച്ചൊക്കെ കാട്ടിക്കൂട്ടലുകൾ ഒഴിവാക്കാം എന്ന് ഞാനും വ്യക്തിപരമായി അഭിപ്രായപ്പെടുകയാണ്. കുറച്ചൊക്കെ കാട്ടിക്കൂട്ടലുകൾ ഒഴിവാക്കാം, അങ്ങനെ തന്നെ അഭിപ്രായപ്പെടേണ്ടി വരുന്നു. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഭർത്താവിന് വേണ്ടി അടിയുണ്ടാക്കുന്നു, ഭാര്യയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കുന്നു, ഭർത്താവ് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്റെ കണ്ണിൽ അത് കാണാൻ പാടില്ല, അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കുന്നു. പിന്നെ കുറെയൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി ആയാൽ പോലും എനിക്ക് ലൈം ലൈറ്റിൽ നിന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന മറ്റു ചില ആൾക്കാർ, ഇങ്ങനെ ബഹുജനം പലവിധം അല്ലെ. ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ്, എന്റെ മാത്രം അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ്. ബൈ.